ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന ഒരു ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 5 ഫാക്ടേഴ്സ് ആണ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. വേറൊന്നുമല്ല, ഒന്നാമതായിട്ടുള്ളത് നമുക്ക് ഈ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒന്നാണ് എക്സ്പെക്ടേഷൻ. ഹൈ ലെവൽ ഓഫ് എക്സ്പെക്ടേഷൻ ആയിരിക്കും നമുക്ക് വരുന്നത്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം സ്വാഭാവികമായിട്ടും തുടക്കക്കാരൻ ചിന്തിക്കുന്നത് അഡ്വർടൈസ്മെന്റിലൂടെ പൈസ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഓർഡേഴ്സ് കിട്ടും, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, എനിക്ക് ഓർഗാനിക് മാർക്കറ്റിംഗ് ചെയ്ത് എനിക്ക് ഒരുപാട് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള എക്സ്പെക്ടേഷൻ ഒക്കെ വരും. ഞാൻ ഇപ്പോഴേ തുടക്കത്തിലെ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ കാര്യം വ്യക്തമായി പറയുകയാണ്. ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈസി പ്രോസസ് അല്ല. ഇത് പോസിബിൾ ആണ്, പക്ഷെ ഒരു ഈസി പ്രോസസ് അല്ല. പക്ഷേ പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ചെയ്താൽ പോലും നമുക്ക് ഒരു ഓർഡേഴ്സ് പോലും കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ആദ്യമായി തന്നെ ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുക. ഓക്കെ, ഇത് ഒരു മിനിമം ഒരു 6 months സെയിലും എടുക്കും ഒരു സെയിലും ജനറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് മാത്രം നമ്മൾ ഹാർഡ് വർക്ക് ഇടും. ഓക്കെ, ഇപ്പൊ സെയിൽസിനായിരിക്കില്ല നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വീഡിയോസ്, പിന്നെ വെബ്സൈറ്റ്, അതൊക്കെ മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഈ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അത് നമ്മൾ ഒരിക്കലും ഒരു തരത്തിൽ എക്സ്പെക്ട് ചെയ്യാൻ നിൽക്കരുത് തുടക്കത്തിൽ. ഓക്കെ, പിന്നെ രണ്ടാമതായിട്ട് വേണ്ടത് ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് ഞാൻ പറയുന്നതാണ്, ഈ തുടക്കക്കാർ ഒരിക്കലും ഫേസ്ബുക്ക് വഴിയോ മറ്റേ ഇൻസ്റ്റ വഴിയോ ഒരു എന്താ പറയുന്നത്, ഇതൊന്നും മൊത്തത്തിലൊന്നും മനസ്സിലാകുന്നതോടെ വരെ, ഈ പ്രോസസ്സ് മനസ്സിലാകുന്നതോടെ വരെ ₹1 പോലും സ്പെൻഡ് ചെയ്യില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് കേട്ടോ. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മൊത്തം ഒന്ന് മനസ്സിലായതിനു ശേഷം മാത്രം നമ്മൾ ഇതിലോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. മെറ്റ ആഡ്സ് ആണെങ്കിലും അങ്ങനത്തെ മറ്റു പ്രൊമോഷൻസ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ആണെങ്കിലും അങ്ങനത്തെ മറ്റു കാര്യങ്ങളല്ല. ഓക്കെ, മൂന്നാമതായിട്ടുള്ള ഒന്നാണ് ഓർഗാനിക് മാർക്കറ്റിംഗ്. ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന പലരും എന്താ പറയുന്നത്, മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒന്നാണ് പെയ്ഡ് മാർക്കറ്റിംഗ്. ഓക്കെ, പെയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യണം. നമുക്ക് ഉറപ്പായും നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്തേക്കുന്ന പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ അതനുസരിച്ച് ഓർഡേഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും. എങ്കിലും ഓർഗാനിക് മാർക്കറ്റിംഗിന് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു പക്ഷേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഒരു റൈറ്റ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഓർഗാനിക് മാർക്കറ്റിംഗിലൂടെ നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സ് മറ്റു കാര്യങ്ങളൊന്നും അത്ര ചെറുതായിരിക്കില്ല. ഓക്കെ, നമ്മൾ ഈ പറയുന്ന 3 കാര്യങ്ങളും എത്രമാത്രം ഹാർഡ് വർക്കോടെ ചെയ്താലും ഒരു പക്ഷേ റിസൾട്ട് എന്ന് പറയുന്നത് ഫെയിലർ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഡ്രോപ്പ് ഷിപ്പിംഗ് അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഈ 3 സ്റ്റെപ്പ് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയാൽ പോലും നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഓക്കെ അല്ല, അല്ലെങ്കിൽ ഇതൊരു വിന്നിംഗ് പ്രൊഡക്റ്റ് അല്ലെങ്കിലും എന്താ പറയുന്നത്, ഫെയിലർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, അപ്പം മാക്സിമം എന്താ പറയാ, ഈ 3 സ്റ്റെപ്പ് ഒന്ന് അനലൈസ് ചെയ്യുക. നല്ലൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക. എങ്ങനെയാണ് നല്ല പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാം തുടക്കക്കാർക്ക്, ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു 4 സ്റ്റെപ്പും എന്താ പറയുക, നല്ലൊരു വിന്നിംഗ് പ്രൊഡക്റ്റും ഉണ്ടെങ്കിൽ മാത്രം ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു പക്ഷേ എല്ലാവരുടെയും കാര്യത്തിൽ ഒരുപോലെ വരണമെന്നില്ല. ചിലരൊക്കെ ഉണ്ട്, ഓക്കെ, എന്താ പറയുന്നത്, 60-90 ദിവസം കൊണ്ടൊക്കെ ലക്ഷ്യങ്ങൾ എയിം ചെയ്യുന്നവരുണ്ട് തുടക്കക്കാരാണെങ്കിൽ പോലും. പക്ഷെ എന്താ പറയുന്നത്, അതൊക്കെ വളരെ വിരലിനെല്ലാം പറ്റിയ ആൾക്കാരുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ, ഈ ഒരു 4 സ്റ്റെപ്പും ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ 5ാമത് ഈ സക്സസ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആദ്യം തന്നെ എന്താ പറയുന്നത്, ഈ ഒരു 2 സ്റ്റെപ്പ് കൊണ്ട് തന്നെ ആൾക്കാർ കാര്യങ്ങളൊക്കെ നിർത്തി പോകാറാണ് പൊതുവെ നമ്മൾ കാണുന്നത്. പല ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഡ്രോപ്പ് ഷിപ്പിംഗ് റീൽസിന്റെ ഇടയ്ക്ക് നമുക്ക് കമന്റ് കാണാം അതിന്റെ ഇടയിൽ, ഇതൊന്നും ഒരിക്കലും നടക്കുന്ന ഒരു പ്രോസസ് അല്ല, എന്താ പറയുന്നത്, ഞാൻ ഇഷ്ടംപോലെ ഫേസ്ബുക്ക് ആഡ്സ് വഴി പൈസ സ്പെൻഡ് ചെയ്തു, എന്നിട്ടും എന്താ എനിക്ക് ഒരു സെയിൽസ് പോലും ജനറേറ്റ് ആയില്ലെന്നൊക്കെ പറഞ്ഞ യൂട്യൂബിൽ അവിടെ ഇവിടെ ഒരു കമന്റ് കാണാം. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ലോങ് ടൈം ആയിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കാണ്ട് ഒരു തരം പോലെ എക്സ്പ്രഷൻ വെക്കല്ലോ. ഇനിയിപ്പോൾ എങ്ങാണ്ടും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ പോലെ ഹ്യൂജ് ആയിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോലും നോക്കേണ്ട കാര്യമില്ല. എൻ്റെ അകത്ത് കാര്യം എന്താ വെച്ചാൽ, ഒരു പക്ഷേ ആ പൈസ വേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവുന്നതോടെ വരെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആരെങ്കിലും എവിടെയെങ്കിലും ഒരു റീൽസ് ഇട്ടൊന്നും വെച്ച് അത് ചൂസ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടത് എന്താ പറയുന്നത്, പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അത് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് നമ്മുടെ ഓഡിയൻസിനോട് എത്തിക്കുക എന്നുള്ളൂ. അതിനകത്ത് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒന്നാണ് ഈ ഓർഗാനിക് മാർക്കറ്റ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം, എങ്ങനെ ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം, അങ്ങനത്തെ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഉടനെ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പം ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ. ഓക്കെ, താങ്ക് യു.